അധ്യായം 241. നീലിമ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന യാഥാർത്ഥ്യം ഹേമന്ത് വന്ന് സിദ്ധാർത്ഥിനെ അറിയിക്കുന്നു. ഗീതാമ്മ വീട്ടിലേക്ക് വന്ന് നോക്കുന്ന സമയത്ത് തന്നെ സിദ്ധാർത്ഥ് ആകെ കുടിച്ചു കൂത്താടി നിൽക്കുമായിരുന്നു. തന്റെ മകനെ ഈ ഒരു അവസ്ഥയിൽ കണ്ട ഗീതാമ്മക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ പുലമ്പൽ കേട്ടപ്പോൾ തന്നെ അവന്റെ ഉള്ളിൽ എന്താണെന്ന കാര്യം ഗീതാമ്മക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. എന്തിനാ നീ ഇങ്ങനെ ചെയ്യുന്നത് മോനെ? നീലിമയ്ക്ക് വേണ്ടിയിട്ട് സിദ്ധാർത്ഥ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ട് ഗീതാമ്മയുടെ സങ്കടം അടക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവനൊരിക്കലും ഈ പ്രായത്തിൽ നിയന്ത്രിക്കാനൊന്നും അവരെ കൊണ്ട് കഴിയുമായിരുന്നില്ല. സിദ്ധാർത്ഥ് അവന്റെ അമ്മയെ അല്പം പോലും ശ്രദ്ധിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ മുന്നിൽ വെച്ച് വീണ്ടും മദ്യം കുടിച്ചുകൊണ്ടേയിരുന്നു. സിദ്ധുമോനെ, നീ ഇങ്ങനെ കുടിക്കുന്നത് ശരിയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കട്ടെ ഗീതാമ്മ. കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ നിന്റെ ലാവണ്യയുടെ കല്യാണമല്ലേ മോനെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടതിന് ഗീതാമ്മ വന്നിട്ട് സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മദ്യക്കുപ്പി വാങ്ങിക്കാൻ ശ്രമിച്ചു. ഏതെങ്കിലും ഒരമ്മക്ക് തന്റെ മകനെ ഇങ്ങനെ കാണുന്നത് സഹിക്കാൻ കഴിയോ? അതുകൊണ്ട് തന്നെ അതിന്റെ കാരണക്കാരിയായിട്ടുള്ള നീലിമയെ അവർ കൂടുതൽ വെറുത്തു. എന്തുകൊണ്ടാണ് അവൾ എൻ്റെ മകന്റെ ജീവിതത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് പോലും അവൻ ഇങ്ങനെ വേദനിക്കുന്നത്? അതോർക്കുമ്പോൾ അവർക്ക് ദേഷ്യവും സങ്കടം വീണ്ടും വീണ്ടും കൂടി വന്നു. സിദ്ധാർത്ഥ ദേഷ്യത്തിൽ പറഞ്ഞ ലാവണ്യ, അവളുടെ പേര് പോലും നിങ്ങൾ എന്നോട് പറയരുത്. നീലിമ, അവളെ മാത്രമേ എന്റെ ജീവിതത്തിൽ ഞാൻ ഓർക്കുള്ളൂ. അന്നേരം ഗീതാമ്മ പറഞ്ഞിരുന്നു, നീ ഇങ്ങനെ പിടിവാശി കാണിക്കലൊന്ന് നിർത്തുമോനെ. ആ നീലിമ അവൾ ഇനി ഒരിക്കലും മടങ്ങി വരില്ല. നീലിമ ഇനി ഒരിക്കലും നിന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. ആ സത്യം ഇനിയെങ്കിലും നീ ഒന്ന് മനസ്സിലാക്ക്. ഗീതാമ്മയുടെ വാക്കൊന്നും കേൾക്കാൻ സിദ്ധാർത്ഥ തയ്യാറായിരുന്നില്ല. എന്നിട്ട് സിദ്ധാർത്ഥ പറഞ്ഞിട്ട്, അവളുടെ കാര്യമൊന്നും അമ്മ എന്നോട് പറയണ്ട. നീലിമയെ മറക്കാൻ ഒരിക്കലും എന്നെ കൊണ്ട് കഴിയില്ല. ഇതെല്ലാം സംഭവിച്ചത് നിങ്ങൾ കാരണമാണ്. അവൾ എന്നേക്കുമായി ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടി നിങ്ങൾ ഒത്തിരിയധികം അവളെ നിർബന്ധിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ ഒരുപാടധികം ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പതേ അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയതുപോലും നിങ്ങൾ കാരണമാണെന്നൊക്കെ പറഞ്ഞ് സിദ്ധാർത്ഥ ഇങ്ങനെ ഗീതാമ്മയെ കുറ്റപ്പെടുത്തു. ഇപ്പൊ ഏതായാലും സമാധാനമായില്ലേ നിങ്ങൾക്ക്? എന്റെ ജീവിതം അങ്ങ് നശിപ്പിച്ചപ്പോഴേക്കും തൃപ്തിയായില്ലേ അമ്മക്ക്? സിദ്ധാർത്ഥിന്റെ വാക്ക് കേൾക്കുന്ന സമയത്തിന് ഗീതാമ്മക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞില്ല. ഗീതാമ്മ ചോദിക്കുന്നത്, നീ എന്താ സിദ്ധു ഒന്നും മനസ്സിലാക്കാത്തതുപോലെ ഇങ്ങനെ സംസാരിക്കുന്നത്? ആ പെണ്ണൊരിക്കലും നിനക്ക് ചേർന്നതല്ല. ആ സത്യം ഇനിയെങ്കിലും നീ ഒന്നും മനസ്സിലാക്ക്. കുറച്ചു ദിവസം കൂടി കഴിഞ്ഞാൽ പിന്നെ നീ മറ്റൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ പോകുക എന്ന കാര്യം നീ എന്താ മറന്നുപോയോ? ഇനി മുതൽ നിന്റെ ജീവിതം അവളുടെ കൂടെയാണ്. ഇനി മുതൽ നീ ലാവണ്യെക്കുറിച്ച് മാത്രം ചിന്തിക്ക്. അല്ലെങ്കിലും ലാവണ്യക്ക് നീ എന്ത് കുഴപ്പമാണ് കാണുന്നത്? അവൾ നിന്നെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടില്ലേ? അവൾ എപ്പോഴും നിന്റെ കൂടെ നിന്നിട്ടില്ലേ? എന്നിട്ട് പോലും നിന്നെ ഉപേക്ഷിച്ചു പോയി ഏതൊരുത്തേക്ക് വേണ്ടി നീ നിന്റെ ജീവിതം വെറുതെ പാഴാക്കുന്നു. ഗീതാമ്മ ഇങ്ങനെയൊക്കെ സിദ്ധാർത്ഥിനോട് പറയുന്നുണ്ടെങ്കിൽ പോലും സിദ്ധാർത്ഥ് അതൊന്നും ശ്രദ്ധിക്കാതെ നീലിമ എന്ന ഒരു മായാലോകത്ത് മാത്രമായിരുന്നു. സിദ്ധാർത്ഥ് എന്താണ് ചിന്തിച്ച് കൂട്ടുന്നത് എന്നുള്ള കാര്യമൊന്നും ഗീതാമ്മക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നീലിമ അവിടെ നിന്ന് പോയത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥിന് ഒരുപാടധികം വിഷമമുണ്ട് എന്നുള്ള കാര്യം ഗീതാമ്മക്ക് മനസ്സിലായി. അതിലൊന്നും ഗീതാമ്മക്ക് യാതൊരുവിധ കുറ്റബോധവും തോന്നിയില്ല. കാരണം നീലിമയെ എങ്ങനെയെങ്കിലും തന്റെ മകന്റെ ജീവിതത്തിൽ നിന്നും ആട്ടിപ്പായിക്കാൻ നോക്കായിരുന്നു ഇത്രകാല ഗീതാമ്മ. ഇപ്പൊ സമയം സാഹചര്യം ഒത്തുവന്നപ്പോൾ അവരത് വിനിയോഗിച്ചെന്ന് മാത്രം. ഇങ്ങനെയൊക്കെ സംഭവിച്ചാലും സിദ്ധാർത്ഥ് പതിയെ യാഥാർത്ഥ്യമായിട്ട് പൊരുത്തപ്പെട്ടു വരുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ തന്റെ മകന്റെ അവസ്ഥ ഇങ്ങനൊരു ചോദ്യചിഹ്നമായപ്പോൾ അവർക്കും തന്നെ കരയാതിരിക്കാനൊന്നും സാധിച്ചില്ല. ഗീതാമ്മ ഇതെല്ലാം മനസ്സിൽ വെച്ച് കൊടുത്തിന് വീണ്ടും സിദ്ധാർത്ഥിനെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അരികത്തേക്ക് അങ്ങ് ചെന്നപ്പോഴേക്കും സിദ്ധാർത്ഥിന് അങ്ങ് ദേഷ്യം വന്നിട്ട് കയ്യിലിരുന്ന മദ്യക്കുപ്പി ദേഷ്യപ്പെട്ടങ്ങ് താഴേക്ക് വലിച്ചെറിഞ്ഞു. അതോടുകൂടെ തന്നെ കുപ്പിയിലെ ചില്ലുകളെല്ലാം പൊട്ടി തകർന്നുകൊണ്ടതിന് അതിലെ ബ്രൗൺ മദ്യം അങ്ങനെ വെളുത്ത നിലത്തേക്കങ്ങ് ഒഴുകി. സിദ്ധാർത്ഥ അങ്ങനെ ദേഷ്യത്തിൽ അവരോട് പറഞ്ഞിട്ട്, ഇനി നിങ്ങൾ ലാവണ്യെ കുറിച്ചിട്ട് ഒരു അക്ഷരം പോലും പറയരുത്. അവളെക്കുറിച്ച് ഒരു വാക്ക് പോലും എന്നോട് മിണ്ടരുത്. എല്ലാ കാര്യവും എനിക്ക് മനസ്സിലായി. ഇതിനെല്ലാത്തിനും കാരണം അവളും നിങ്ങളും തന്നെയാണ്. സത്യത്തിൽ എന്നെ ആരും മനസ്സിലാക്കിയില്ല, നിങ്ങൾ പോലും. നിങ്ങൾ അന്നേരം ആ ലാവണ്യക്ക് കൂടെ നിന്നില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും എന്റെ നീലിമ എന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഓരോ ദിവസം നിങ്ങൾ എന്റെ പെണ്ണിനെ വേദനിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പതേ ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ പിരിക്കുകയും ചെയ്തു. എന്നിട്ടെന്താ, നിങ്ങൾക്ക് മതിയായില്ലേ ഇപ്പൊ? എന്നിട്ടിപ്പെന്താ, നിങ്ങൾക്കെല്ലാം മതിയായില്ലേ? എല്ലാം നശിപ്പിച്ചപ്പോൾ നിങ്ങൾക്കങ്ങ് സമാധാനായില്ലേ? ഇനി മുതൽ ഈ സിദ്ധാർത്ഥ് ഇങ്ങനെയാണ്. എനിക്കിനി ആരെയും വേണ്ട. സിദ്ധാർത്ഥിന്റെ ദേഷ്യമെല്ലാം കാണുന്ന സമയത്തിന് നീലിമ ദേഷ്യം അടക്കി പിടിച്ചുകൊണ്ടതിന് സിദ്ധാർത്ഥിന്റെ കൂടെ നിലത്തേക്ക് ഇരുന്ന് കൊണ്ടതിന് പറഞ്ഞിട്ട് ഗീതാമ്മ, മോനെ നീ ഒന്ന് അടങ്ങ് മോനെ. ആ പീറ പെണ്ണ് കാരണം നീ ഇങ്ങനെ വേദനിക്കുന്നത് കാണാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. അന്നേരം സിദ്ധാർത്ഥിന് അങ്ങ് ദേഷ്യം വന്നു കൊണ്ടതിന് സിദ്ധാർത്ഥ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇവിടെ നിന്നൊന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ടോ? എനിക്ക് ഇത്തിരി സമാധാനം തരുന്നുണ്ടോ? എന്നെ ഏതായാലും എന്റെ വഴിക്ക് അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഏതായാലും ഇനി നിങ്ങളെ കാണണ്ട. പോ, ഇറങ്ങിപ്പോവാൻ പോ അവിടെ നിന്നൊക്കെ പറഞ്ഞുകൊണ്ടതിന് സിദ്ധാർത്ഥിന് തന്റെ വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയാതെ ഗീതക്ക് നേരെ അങ്ങ് പൊട്ടിത്തെറിച്ചു. സിദ്ധാർത്ഥിന്റെ കോപം കേട്ടുകൊണ്ടതിന് ഗീതാമ്മ പോലും ആകെ വിറച്ചുപോയി. അന്നേരം ഒരു വാക്ക് കൊണ്ട് പോലും സിദ്ധാർത്ഥ് അവരെ ആശ്വസിപ്പിച്ചില്ല. കാരണം അവരെക്കാൾ വളരെ ദയനീയമായിരുന്നു ഇപ്പോൾ സിദ്ധാർത്ഥിന്റെ അവസ്ഥ. സിദ്ധാർത്ഥിന്റെ വേദന മുഴുവൻ നീലിമയെ കുറിച്ച് ഓർത്തുകൊണ്ട് മാത്രമായിരുന്നു. തന്റെ കുടുംബം കാരണം നീലിമ ഒരുപാടധികം കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം സിദ്ധാർത്ഥിന് അറിയാം. എന്തിനാണ് തന്റെ അമ്മ അവളോട് ഇപ്പോഴും ഇത്ര ക്രൂരമായിട്ട് പെരുമാറുന്നത്? തന്റെ ഇഷ്ടം മനസ്സിലാക്കിയിട്ട് പോലും അമ്മ എന്തിനാണ് അവൾ തന്നിൽ നിന്നും അകറ്റി മാറ്റുന്നത് എന്നൊക്കെയായിരിക്കും സിദ്ധാർത്ഥ ചിന്തിക്കുന്നത്. ഇത്രമാത്രം താൻ നീലിമയെ സ്നേഹിക്കുന്നു എന്നറിഞ്ഞിട്ട് പോലും അമ്മ എന്തുകൊണ്ടാണ് അവളെ സ്വീകരിക്കാൻ തയ്യാറാവാഞ്ഞത്?
തന്റെ ഇഷ്ടത്തിന് ഏത് പെണ്ണിനെ സ്വീകരിക്കാൻ പോലും സമ്മതം തന്ന തന്റെ അമ്മ തന്നെയാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത് എന്ന കാര്യം പോലും സിദ്ധാർത്ഥന് ചിന്തിച്ചു. അവൻ പഴയ കാര്യങ്ങളിൽ തന്നെ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരുന്നു. എന്നിട്ട് ചിന്തകൾക്ക് ഭാരമേറിയപ്പോൾ അവന് വല്ലാത്ത കടുത്ത തലവേദന പോലെ തോന്നി. ഗീതാമ്മയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. അമ്മ എന്ന നിലയിൽ അവർ ചെയ്തതെല്ലാം തന്നെ അവരുടെ മാത്രം ശരികളായിരുന്നു. സ്വന്തം മകന്റെ ജീവിതത്തിലുള്ളതെല്ലാം തന്നെ നല്ലതാവണമെന്ന് അവർ ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ഒരു കുഞ്ഞുള്ള നീലിമയെ അവർക്കൊരിക്കലും തന്നെ അംഗീകരിക്കാൻ പറ്റാഞ്ഞത്. അതിലെന്ത് പാപമാണെന്നുള്ള കാര്യം ഗീത ഓരോ നിമിഷവും ആലോചിച്ചുകൊണ്ടേയിരുന്നു. എല്ലാം സിദ്ധാർത്ഥിന്റെ നല്ല ജീവിതത്തിന് വേണ്ടി മാത്രമായിരുന്നു. എന്നിട്ട് ഗീതാമ്മ പറഞ്ഞതിന് ശരി, ഇനി ഞാൻ നിന്നോടൊന്നും പറയാൻ വരുന്നില്ല. എന്തായാലും ഇപ്പൊ ലാവണ്യമായിട്ടുള്ള വിവാഹത്തിന് തീരുമാനമായല്ലോ, അതുകൊണ്ട് നീ അതിനു വേണ്ടിയിട്ട് വേഗം റെഡിയായിക്കോ. ഇനി ഒരിക്കലും നിന്നെ എനിക്ക് ഈ അവസ്ഥയിൽ കാണേണ്ട ഒരു ഇടവരുത്തത്, അത് ഈ അമ്മയുടെ ഒരു അപേക്ഷയാണ്. സിദ്ധാർത്ഥിന്റെ വാക്കെല്ലാം തന്നെ ഗീതാമ്മയുടെ നെഞ്ചിൽ ആഴത്തിൽ കുത്തി മുറിവേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇനി താൻ അവിടെ തന്നെ നിന്നു കഴിഞ്ഞാൽ പിന്നെ സിദ്ധാർത്ഥ തന്നെ എന്തെങ്കിലും പറയുമെന്ന കാര്യം ഗീതാമ്മക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ ഗീതാമ്മ പിന്നീട് ഒന്നും തന്നെ പറയാതെ പയ്യെ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഗീതാമ്മ അവിടെ നിന്ന് പോയതിനു ശേഷം സിദ്ധാർത്ഥ ആ ഒരു മുറിയിൽ ഒറ്റയ്ക്കായിരുന്നു. അവിടെയുള്ള കാഴ്ചകളെല്ലാം പഴയതാണെങ്കിൽ പോലും അവന്റെ അമ്മ പറഞ്ഞതെല്ലാം തന്നെ യാഥാർത്ഥ്യമായിരുന്നു. നീലിമ ഇനി ഒരിക്കലും തിരികെ വരില്ല. കാര്യങ്ങളെല്ലാം തന്നെ തന്റെ നിയന്ത്രണത്തിലാണ് എന്ന കാര്യം സിദ്ധാർത്ഥിന് വിശ്വാസമുണ്ടായിരുന്നു. എന്നാൽ അതെല്ലാം വെറും ഓവർ കോൺഫിഡൻസ് ആയിരുന്നു എന്ന കാര്യം ഇപ്പൊ സിദ്ധാർത്ഥിന് മനസ്സിലായി. ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയിട്ടും അവൻ ഒരിക്കലും അവന്റെ നീലിമയെ കൂടെ നിർത്താനായില്ല. അവൻ ദേഷ്യം വന്നുകൊണ്ട് മേശപ്പുറത്തിരുന്ന സകല സാധനങ്ങളും അങ്ങ് തട്ടി താഴത്തേക്ക് എറിഞ്ഞു. ഈ ഒരു മുറി ഇത്രമാത്രം ഭംഗിയിൽ അലങ്കരിച്ചതെല്ലാം തന്നെ തന്റെ നീലിമയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. നീലിമയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രമാണ് സിദ്ധു അങ്ങനെയൊക്കെ ചെയ്തിരുന്നത്. പക്ഷെ ഇനി ഏതായാലും അതൊന്നും മാർക്കും തന്നെ വേണ്ട. സിദ്ധാർത്ഥ് അവിടെയുള്ള കർട്ടനുകളെല്ലാം തന്നെ കീറി വലിച്ചെറിഞ്ഞു. അതിനുശേഷം അവിടെയുള്ള ഫ്ലവർ വേസുകളെല്ലാം തന്നെ താഴെ എറിഞ്ഞു പൊട്ടിച്ചു. സിദ്ധാർത്ഥിന്റെ മുറിയിൽ നിന്ന് ആ ഒരു ശബ്ദം കേട്ടുകൊണ്ട് തന്നെ മല്ലികാമ്മ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നെങ്കിൽ പോലും സിദ്ധാർത്ഥിന്റെ അകത്തേക്ക് ചെല്ലാനുള്ള ധൈര്യമൊന്നും തന്നെ മല്ലികാമ്മക്ക് ഉണ്ടായിരുന്നില്ല. മല്ലികാമ്മ അവിടെ നിൽക്കുന്നത് ശ്രദ്ധിക്ക പോലും ചെയ്യാതെ സിദ്ധാർത്ഥ ഏതായാലും തകർന്നു കിടക്കുന്ന ആ ഒരു മുറിയിലേക്ക് നോക്കി. നീലിമയെ താൻ വേദനിപ്പിച്ച ആ ഒരു കാര്യമെല്ലാം ഓർത്തു നിൽക്കുന്ന സമയത്തിന് തന്റെ മനസ്സിൽ നിന്ന് ശാന്തതയോടെ നിൽക്കാൻ പോലും സിദ്ധാർത്ഥിന് കഴിഞ്ഞില്ല. പിന്നീട് അങ്ങനെ പിറ്റേ ദിവസം ഹേമന്ത് ഏതായാലും സിദ്ധാർത്ഥിനെ കാണാൻ വേണ്ടിയിട്ട് അവന്റെ ഓഫീസിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥ് അവിടെ ഇല്ലായിരുന്നു. ഹേമന്ത് ഏതായാലും സിദ്ധാർത്ഥിന്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള മനീഷിനോട് കാര്യം തിരക്കിയ സമയത്തിന് മനീഷ് പറഞ്ഞിട്ട് എനിക്കറിയില്ല സർ. സിദ്ധാർത്ഥ സാർ ഏതായാലും ഇന്ന് ഓഫീസിലേക്കൊന്നും വന്നിട്ടില്ല. ഇനി ഒരു പക്ഷെ വന്നാൽ പോലും ഇത്തരം കാര്യങ്ങളൊന്നും സിദ്ധാർത്ഥ സാറിനോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല സർ. മനീഷിന്റെ മറുപടി കേട്ട സമയത്തിന് ഹേമന്ത് ആകെ അസ്വസ്ഥനായി. കാരണം സിദ്ധാർത്ഥിനെ കുറിച്ചിട്ട് മനീഷിന് ഈ ഒരു കാര്യമൊന്നും അറിയില്ലെങ്കിൽ പിന്നെ മറ്റാരോടും ഈ ഒരു കാര്യം ചോദിച്ചിട്ടും കാര്യമില്ല. സിദ്ധാർത്ഥ് എവിടെയാണെന്നുള്ള കാര്യം അറിയാതെ ഹേമന്ത് ആകെ വിഷമിച്ചു. അങ്ങനെ അവിടെ നിന്നിട്ട് സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് കുറെ അധികം വിളിച്ചെങ്കിൽ പോലും കുറെ അധികം ട്രൈ ചെയ്തെങ്കിൽ പോലും ഒരിക്കലും സിദ്ധാർത്ഥിന്റെ ഫോണിലേക്ക് തന്റെ കോള് കണക്ട് ആയില്ല. എന്നാൽ ഓഫീസിൽ വന്നിട്ടില്ല സിദ്ധാർത്ഥ് വിളിച്ചിട്ട് ഫോൺ പോലും കിട്ടാത്തത് കൊണ്ട് ഹേമന്ത് ഒട്ടും സമയം വൈകാതെ നേരെ സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തി. സിദ്ധാർത്ഥിന്റെ വീട്ടിലേക്ക് എത്തിയതിനു ശേഷം അവിടെ ചെന്നിട്ട് ഇങ്ങനെ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് ആരും തന്നെ പുറത്തേക്ക് വന്നില്ല. ഈ സമയത്ത് ഏതെങ്കിലും ജോലിക്കാർ ആ ഒരു വീട്ടിൽ ഉണ്ടാവേണ്ടതാണ്. അങ്ങനെ ആരെങ്കിലും വാതിൽ തുറക്കേണ്ടതുമാണ്. എന്നാൽ ജോലിക്കാരും തന്നെ അവിടെ കാണാത്തത് കൊണ്ട് തന്നെ അവിടുത്തെ അവസ്ഥ വിചിത്രമായിട്ട് തന്നെ ഹേമന്തിന് തോന്നി. പെട്ടെന്ന് തന്നെ ഹേമന്ത് തന്റെ പോക്കറ്റിലേക്ക് കൈയിട്ടുകൊണ്ട് തന്നെ ഒരു ചാവി കയ്യിലേക്ക് എടുത്തു. എന്നോ ഒരിക്കൽ സിദ്ധാർത്ഥ് അവനെ ഏൽപ്പിച്ചായിരുന്നു അവന്റെ വീടിന്റെ ചാവി. ഇന്നേ വരെ ഹേമന്തിന് ആ ഒരു കീ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. ഏതായാലും ആ ഒരു കീ ഉപയോഗിച്ചുകൊണ്ട് ആദ്യമായിട്ട് ഹേമന്ത് ഏതായാലും സിദ്ധാർത്ഥിന്റെ വീടിന്റെ ആ ഒരു വാതിൽ അങ്ങ് തുറന്നു. വാതിൽ തുറന്ന് അകത്തേക്ക് കയറിയതിനു ശേഷം സിദ്ധു നീ ഇവിടെ ഉണ്ടോടാതെ ഇങ്ങനെ ഉറക്കെ ചോദിച്ചു ഹേമന്ത്. പക്ഷെ പ്രത്യേകിച്ച് പ്രതികരണമൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ വീട്ടിൽ ആരുമില്ല എന്ന കാര്യം ഹേമന്തിന് മനസ്സിലായി. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോവാൻ നോക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ആ ഒരു വീടിന്റെ മുകളിലത്തെ നിലയിൽ നിന്ന് ഒരു കുപ്പി താഴേക്ക് വീഴുന്ന ശബ്ദം ഹേമന്ത് കേട്ടത്. ഹേമന്ത് ഉടനെ തന്നെ മുകളിലേക്കുള്ള പടിക്കെട്ടുകൾ ഓടിക്കയറിക്കൊണ്ടതിന് ശബ്ദം കേട്ട ആ ഒരു മുറിയുടെ അകത്തേക്ക് പോയി. എന്നിട്ട് അവിടെയുള്ള ആ ഒരു അവസ്ഥ കാണുന്ന സമയത്തിന് ഹേമന്ത് ആകെ ഞെട്ടിപ്പോയിരുന്നു. നിലത്ത് പൊട്ടിത്തകർന്ന് കിടക്കുന്ന കുറെ അധികം സാധനങ്ങൾ, മദ്യത്തിന്റെ രൂക്ഷഗന്ധമാണെങ്കിലോ ആകെ തകർന്ന് അവിടെയൊക്കെ പരന്നിരുന്നു. ചുറ്റും നോക്കുന്ന സമയത്തായിരിക്കും സോഫയിൽ ഇങ്ങനെ ആകെ ഇങ്ങനെ അവശനായി കിടക്കുന്ന സിദ്ധാർത്ഥിനെയും കാണുന്നത്. സിദ്ധാർത്ഥിന്റെ ആ ഒരു അവസ്ഥ കണ്ട് ആശങ്കയോടുകൂടി തന്നെ ഹേമന്ത് കുറെ തവണ പലതവണ അങ്ങനെ സിദ്ധാർത്ഥിനെ വിളിച്ചെങ്കിൽ പോലും സിദ്ധാർത്ഥിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണവും തന്നെ ഉണ്ടായില്ല. ഹേമന്ത് സിദ്ധാർത്ഥിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ ഇങ്ങനെ തൊട്ടു നോക്കുന്ന സമയത്തിന് സിദ്ധാർത്ഥിന് നല്ല കടുത്ത പനിയുണ്ട് എന്നുള്ള കാര്യം ഹേമന്തിന് മനസ്സിലായി. അവൻ തിടുക്കത്തിൽ സിദ്ധാർത്ഥിനെ കഷ്ടപ്പെട്ട് സോഫയിൽ നിന്നും എഴുന്നേൽപ്പിച്ചതിന് ശേഷം നേരെ പയ്യെ ആ ഒരു ബെഡിലേക്ക് കിടത്തി. അപ്പോഴും സിദ്ധാർത്ഥ് ഇങ്ങനെ പിറുപിറുക്കുന്നുണ്ടായിരുന്നു. നീലിമ നീ എവിടെയാണ്? എല്ലാം എന്റെ തെറ്റാണ്. നീ എവിടെയാണെങ്കിൽ നിന്നെ അവരാരും നിന്നെ ഒന്നും ചെയ്യില്ല എന്നിങ്ങനെ സിദ്ധാർത്ഥ് പിറുപിറുക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹേമന്ത് വ്യക്തമായിട്ട് കേട്ടിരുന്നു. അവൻ ഒരു ദീർഘനിശ്വാസത്തോടു കൂടി തന്നെ സിദ്ധാർത്ഥിനെ തന്നെ നോക്കി നിന്നു. അധികം വൈകാതെ സിദ്ധാർത്ഥ് ഉണരുമെന്ന കാര്യം ഹേമന്തിന് മനസ്സിലായി. സിദ്ധാർത്ഥ് ഉണർന്നതിന് ശേഷം ഹേമന്തിന് പല കാര്യങ്ങളും സിദ്ധാർത്ഥിനോട് ചോദിക്കാനുണ്ടായിരുന്നു. നീലിമയുമായിട്ടുള്ള അവന്റെ ജീവിതം എങ്ങനെയാണെന്നുള്ള കാര്യങ്ങൾ പലപ്പോഴായിട്ട് ഹേമന്ത് സ്വന്തം കണ്ണുകൊണ്ട് തന്നെ കണ്ടിട്ടുണ്ട്.
ഒരിക്കൽ പിരിഞ്ഞു പോയെങ്കിൽ പോലും നീലിമ തിരിച്ച് മടങ്ങി വന്നതിന് ശേഷം അവർ രണ്ടുപേരും സ്നേഹത്തോടെ തന്നെ ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്ന കാര്യം ഹേമന്തിന് മനസ്സിലായിരുന്നു. അന്ന് അവരുടെ ബന്ധം ഒരിക്കലും മുറിയരുത് എന്നുള്ള കാര്യം ഹേമന്ത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് വീണ്ടും ഒരു ദിവസം നീലിമ അങ്ങ് അപ്രത്യക്ഷമായി. എന്താണ് ശരിക്കും ഇവർക്കിടയിൽ സംഭവിച്ചത്? നീലിമ വീണ്ടും സിദ്ധാർത്ഥിന്റെ ചുണ്ടുകൾ ഇങ്ങനെ ചലിച്ചു. ആ സമയത്തിന് സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരിങ്ങനെ ഊർന്നിഴകുന്നുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് ഇങ്ങനെ കരയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹേമന്ത് ആദ്യമായിട്ട് കാണുന്നതാണ്. വിഷമത്തോടു കൂടെ ഹേമന്ത് ഇങ്ങനെ സിദ്ധാർത്ഥിനെ തന്നെ ഇങ്ങനെ നോക്കിയിരുന്നു. അവൻ അറിയുന്ന സിദ്ധാർത്ഥിനെ ദേഷ്യപ്പെടാൻ മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇത്തരം വികാരങ്ങളൊന്നും ഒരിക്കലും തന്നെ അവൻ പ്രകടിപ്പിച്ച് കണ്ടിട്ടില്ല. ഹേമന്ത് പെട്ടെന്ന് കിച്ചണിൽ ചെന്നിട്ട് ഒരു സൂപ്പ് ഉണ്ടാക്കി. അധികം വൈകാതെ സിദ്ധാർത്ഥ് ഉണരുമെന്ന കാര്യം ഹേമന്തിന് അറിയാമായിരുന്നു. അങ്ങനെ സൂപ്പ് ഉണ്ടാക്കിയിട്ട് തിരിച്ചു റൂമിലേക്ക് വന്ന സമയത്തിന് സിദ്ധാർത്ഥ് അവിടെ ഉണർന്ന് കിടപ്പുണ്ടായിരുന്നു. ഹേമന്ത് അങ്ങോട്ടേക്ക് വരുന്നതും കണ്ടുകൊണ്ട് താഴ്മയോട് കൂടി തന്നെ സിദ്ധാർത്ഥ് ചോദിക്കുന്നതിന് അല്ല നീ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് ഹേമന്ത് പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ സിദ്ധാർത്ഥിന്റെ അരികിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ നീ മരിച്ചു പോവുമായിരുന്നു സിദ്ധു. എന്തിനാ സിദ്ധു നീ ഇങ്ങനെ കുടിക്കുന്നത്? കുടിച്ചാൽ എല്ലാ പ്രശ്നത്തിനും ഒരു പരിഹാരമാവോ? വാ നീ ഇവിടെ എഴുന്നേറ്റിരിക്ക്, ഞാൻ നിനക്കൊരു സൂപ്പ് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോഴേക്കും സിദ്ധാർത്ഥ് ഒന്നും മിണ്ടാതെ ആലസ്യത്തോട് അവിടെ എഴുന്നേറ്റിരിക്കുന്ന സമയത്തിന് ഹേമന്ത് ഏതായാലും ഉണ്ടാക്കി കൊണ്ടുവന്ന സൂപ്പ് മുഴുവനായിട്ടും സിദ്ധാർത്ഥിനെ അങ്ങ് കുടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞിട്ട് സിദ്ധു നീ ഏതായാലും ലാവണ്യെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അതിനെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും എന്നോട് പറയാനുണ്ടോ എന്ന് ചോദിച്ചു. എന്നാൽ ഹേമന്തിന്റെ ആ ഒരു ചോദ്യം പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റിങ്ങനെ നടക്കാൻ നോക്കുന്ന സമയത്തിന് ബാലൻസ് തെറ്റിയിട്ട് വീണ്ടും സിദ്ധാർത്ഥ് അങ്ങ് വീഴാൻ പോവുകയാണ്. ആ സമയത്തിന് ഹേമന്ത് പെട്ടെന്ന് ചെന്നിട്ട് സിദ്ധാർത്ഥിനെ അങ്ങ് പിടിച്ചു. ഹേമന്ത് പെട്ടെന്ന് സിദ്ധാർത്ഥിനെ അങ്ങ് താങ്ങി പിടിക്കുന്നതൊന്നും തന്നെ സിദ്ധാർത്ഥിന് ഇഷ്ടമായില്ല. അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥ് പെട്ടെന്ന് ഹേമന്തിന്റെ കൈയങ്ങ് തട്ടി മാറ്റിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ട് എനിക്ക് ഏതായാലും സഹായത്തിന് ആരുടെയും ആവശ്യമില്ല. നീ ഇപ്പൊ തൽക്കാലം നിന്റെ കാര്യം നോക്കി പോവാൻ നോക്കി. എനിക്കിനിയും കുടിക്കണം. എനിക്ക് എന്റെ നീലിമയെ കണ്ടെത്തുന്നത് വരെ കുടിച്ചുകൊണ്ടേയിരിക്കണം. ആരും എന്നെ ശല്യപ്പെടുത്താൻ ഇങ്ങോട്ടേക്ക് വരണ്ട. എല്ലാവരും ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇനിയിപ്പോ നീയും പോ എന്നൊക്കെ പറഞ്ഞ് ഹേമന്തിനോട് അങ്ങ് ദേഷ്യപ്പെടട്ടെ സിദ്ധാർത്ഥ് പറഞ്ഞത് ശരിയായിരുന്നു. സത്യത്തിൽ ഇപ്പൊ ആ വീട്ടിൽ അവനല്ലാതെ ആരും തന്നെയില്ല. ആ വീട്ടിലെ ജോലിക്കാരികളടക്കം എല്ലാവരെയും സിദ്ധാർത്ഥ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടിരുന്നു. എന്നിട്ട് സിദ്ധാർത്ഥ് വീണ്ടും മദ്യം കുടിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഷെൽഫ് ലക്ഷ്യമാക്കിയിട്ട് വീണ്ടും ഷെൽഫിന്റെ അടുത്തേക്ക് നടന്നു. അപ്പോഴേക്കും ഹേമന്ത് അവനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് ഇനി നീ ഇങ്ങനെ കുടിക്കാൻ പാടില്ല സിദ്ധു, നീ ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. അപ്പോഴേക്കും ദേഷ്യം വന്ന് സിദ്ധാർത്ഥ് അവനെ അങ്ങ് തള്ളി മാറ്റി നിന്നിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാൻ നോക്കുന്ന സമയത്തിന് കാലിടറിക്കൊണ്ട് ഹേമന്ത് ആ ഒരു സോഫിന്റെ ഭാഗത്തേക്ക് അങ്ങ് വീണു. താഴേക്ക് വീണതോട് കൂടി തന്നെ ഹേമന്തിന്റെ മേലേക്ക് കുറെ അധികം കുപ്പിച്ചിലുകൾ നുഴഞ്ഞു കയറുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും മൈൻഡ് ചെയ്യാതെ സിദ്ധാർത്ഥ് നേരെ ഷെൽഫിന്റെ അടുത്തേക്ക് ചെന്നിട്ട് മറ്റൊരു മദ്യ ബോട്ടിലെടുത്തു. എന്നിട്ട് ആ ഒരു കുപ്പിയുടെ മൂടിയും തുറന്ന് സിദ്ധാർത്ഥ് അത് നേരെ വായിലേക്ക് അങ്ങ് കമഴ്ത്താൻ വന്നതോടുകൂടി തന്നെ സിദ്ധാർത്ഥ് അവിടെ നിന്നും എഴുന്നേറ്റ് വന്നിട്ട് പെട്ടെന്ന് തന്നെ ആ ഒരു മദ്യക്കുപ്പി സിദ്ധാർത്ഥിന്റെ വായിൽ നിന്ന് അങ്ങ് തള്ളി മാറ്റി. അപ്പോഴേക്കും സിദ്ധാർത്ഥ് അങ്ങ് കുടഞ്ഞു മാറാൻ നോക്കുന്ന സമയത്തിന് പിടിവിട്ട് രണ്ടുപേരും അങ്ങ് നിലത്തേക്ക് വീണു. അപ്പോഴേക്കും കയ്യിലിരുന്ന ആ ഒരു മദ്യക്കുപ്പി നിലത്തേക്ക് അങ്ങ് വീണുടഞ്ഞു എന്ന് മാത്രമല്ല അതെല്ലാം വളരെയധികം വില കൂടിയ മദ്യങ്ങളായിരുന്നു. സിദ്ധാർത്ഥിന് അങ്ങ് ദേഷ്യം വരുടെ സിദ്ധാർത്ഥ് ഹേമന്തിനോട് പറഞ്ഞിട്ട് നീ നിന്റെ കാര്യം നോക്കിയിട്ട് പോവാൻ നോക്ക്, എനിക്ക് കുടിക്കണം, എന്റെ ബോധം പോകുന്നത് വരെ എനിക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കണം, നീ നിന്റെ കാര്യം നോക്കി പോവാൻ നോക്ക് ഹേമന്ത്. സിദ്ധാർത്ഥിന്റെ ദേഷ്യം കാണുന്ന സമയത്തിന് ഹേമന്തിന് അതിലേറെ ദേഷ്യം വരാണ്. എന്നിട്ട് ഹേമന്ത് പറഞ്ഞിട്ട് നീ നിന്റെ കുടി നിർത്താൻ നോക്ക് സിദ്ധു. ദേഷ്യം വന്ന് സിദ്ധാർത്ഥ് ഇങ്ങനെ ഹേമന്തിനെ നോക്കുന്ന സമയത്തിന് ഹേമന്ത് പറഞ്ഞിട്ട് എടാ നിനക്ക് കുടിക്കുന്നതിലേറെ ഇഷ്ടം കുടിക്ക് നീ ചാവോളങ്ങ് കുടിക്കടാ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഷെൽഫിൽ നിന്ന് ഒരു മദ്യക്കുപ്പി എടുത്തിട്ട് അത് തുറന്നതിന് ശേഷം സിദ്ധാർത്ഥിന്റെ തല വഴി അങ്ങ് കമഴ്ത്തും. എന്നിട്ട് ആ ഒരു മദ്യക്കുപ്പി സിദ്ധാർത്ഥിന്റെ മുകളിലൂടെ അങ്ങ് ഒഴുക്കി വിടുന്നുണ്ട് എന്ന് മാത്രമല്ല അതോടൊപ്പം പറഞ്ഞിട്ട് എടാ കുടിക്കങ്ങ് ചാവടാ, അഭിമാനം പോലും കളഞ്ഞുകൊണ്ട് നീ കുടിച്ചങ്ങ് ചാവടാ. എന്നാൽ ഹേമന്തിന്റെ വാക്ക് പോലും മൈൻഡ് ചെയ്യാതെ സിദ്ധാർത്ഥ് വീണ്ടും ആ ഒരു മദ്യക്കുപ്പി എടുത്തിട്ട് അതിലുണ്ടായിരുന്ന ബാക്കി മദ്യം കൂടെ നേരെ തന്റെ വായിലേക്ക് അങ്ങ് കമഴ്ത്തി. എന്നാൽ ഇത് ഹേമന്തിന് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായി ദേഷ്യം വന്ന് ഹേമന്ത് ഏതായാലും സിദ്ധാർത്ഥിന്റെ കയ്യിൽ നിന്ന് ആ ഒരു മദ്യക്കുപ്പി ബലമായിട്ട് അങ്ങ് പിടിച്ചു വാങ്ങിയെന്ന് മാത്രമല്ല അതിനുശേഷം സിദ്ധാർത്ഥിന്റെ കർണം പുകച്ചൊരു ഒറ്റ അങ്ങ് പൊട്ടിക്കുന്നുണ്ട്. ഹേമന്തിന്റെ വാശിയേറിയ ആ അടിയുടെ ആഘാതത്തിൽ സിദ്ധാർത്ഥ് ഏതായാലും മലർന്നടിച്ചങ്ങ് താഴേക്ക് വീഴുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ എന്നും ഇതേപോലെ തന്നെ ഡെയിലി എപ്പിസോഡൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പ്രേമം സീരീസിന്റെ എല്ലാ എപ്പിസോഡും ഞാൻ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. 2 ദിവസം ജസ്റ്റ് ഒരു ഡിലേ വന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഏതായാലും ഡെയിലി എപ്പിസോഡ് ഏകദേശം ഈ ഒരു സമയത്തായിട്ട് തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് തരണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും